പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും പ്രഭാത വന്ദനം. 1 ദിനവൃത്താന്തം 22 അധ്യായം 19 വാക്യം. ആകയാൽ നിങ്ങളുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാൻ നിങ്ങളുടെ ഹൃദയവും മനസ്സും ഏൽപ്പിച്ചു കൊടുപ്പിൻ. ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദിൻ്റെ വാർദ്ധക്യത്തിൽ തൻ്റെ മകനായ ശലോമോനെയും ഇസ്രായേൽ ജനത്തെയും അടുക്കൽ വിളിച്ച് അവരോട് പറയുന്ന സന്ദേശമാണ് 1 ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിൽ നാം കാണുന്നത്. യഹോവയ്ക്ക് വേണ്ടി ഒരാലയം പണിയുവാൻ ദൈവത്താൽ നിയോഗിതനായി തീർന്നിട്ടുള്ള ശലോമോനോട് അത് പണിയുവാൻ തക്കവണ്ണം ദാവീദ് നിർദ്ദേശം നൽകുന്നതാണ് നാം ഈ അധ്യായത്തിൽ കാണുന്നത്. മാത്രമല്ല, ദാവീദ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള തൻ്റെ പ്രതിപത്തിയുടെ ആഴം ഈ അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ ശേഷമാണ് സകല ജനത്തോടും പറയുന്നത്, ദൈവത്തെ അന്വേഷിപ്പാൻ നിങ്ങളുടെ ഹൃദയവും മനസ്സും ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ളത്. ദാവീദ് അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തിത്വമായിരുന്നു. ദാവീദ് തൻ്റെ കഷ്ടതയുടെ കാലത്താണ് ദേവാലയത്തിനു വേണ്ടി 1,00,000 താലന്ത് പൊന്നും 10,00,000 താലന്ത് വെള്ളിയും പെരുപ്പം നിമിത്തം തൂക്കമില്ലാത്ത താമ്രവും ഇരുമ്പും സ്വരൂപിച്ചത്. മരവും കല്ലും കൂടെ ദാവീദ് സ്വരൂപിച്ചു വെച്ചു. ദാവീദിൻ്റെ മനസ്സും ഹൃദയവും എല്ലാം ദൈവത്തിങ്കൽ ഏകാഗ്രമായിരുന്നു. ദാവീദിൻ്റെ ജീവിത വിജയത്തിൻ്റെ രഹസ്യം പോലും അതായിരുന്നു. ദാവീദിൻ്റെ കാലശേഷം ദാവീദിൻ്റെ മകനായ ശലോമോനെ രാജത്വത്തിലേക്ക് കൊണ്ടുവരാൻ അഭിഷേകം ചെയ്തതിന് ശേഷമാണ് ഈ നിർദ്ദേശങ്ങൾ നൽകുന്നത്. പ്രത്യേകാൽ ദേവാലയ പണിയോടുള്ള ബന്ധത്തിൽ ശലോമോനും ഇസ്രായേൽ ജനവും വളരെയധികം ഉത്സാഹഭരിതരാകണമെന്ന് ദാവീദ് ആവശ്യപ്പെടുകയാണ്. ദൈവത്തെ അന്വേഷിക്കാൻ തക്കവണ്ണം ഹൃദയവും മനസ്സും ഏൽപ്പിച്ചു കൊടുത്ത് എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി അവരുടെ പ്രവൃത്തികളും ചിന്തകളും എല്ലാം സമർപ്പിതമായ ശേഷം വേണം ദൈവത്തെ അന്വേഷിപ്പാൻ. ദൈവപ്രവർത്തികൾക്ക് വേണ്ടി തയ്യാറാകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവിധം ഒരാഴമേറിയ സമർപ്പണം അത്യന്താപേക്ഷിതമാകുന്നു എന്നുള്ളതാണ് ദാവീദ് ഈ വാക്യത്തിലൂടെ ഓർപ്പിച്ചുണർത്തുന്നത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ മനസ്സും ഹൃദയവും സമ്പൂർണമായി ദൈവത്തിങ്കൽ ഏൽപ്പിച്ചു കൊടുക്കണം. അതരം കൊണ്ടുള്ളൊരു ബഹുമാനമല്ല ദൈവത്തിന് ആവശ്യമായത്. ഹൃദയത്തെ ദൂരത്തകറ്റി വെച്ച് അതരം കൊണ്ട് ബഹുമാനിക്കുന്നവരുടെ ബഹുമാനങ്ങളേറെയാണ് ഈ കാലഘട്ടത്തിൽ. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല. നമ്മുടെ ഹൃദയവും മനസ്സും എല്ലാം ദൈവത്തിങ്കൽ ഏകാഗ്രമായിരിക്കണം, സമർപ്പിതമായിരിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടനിർവഹണത്തിനു വേണ്ടി ഹൃദയവും മനസ്സും ഏൽപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തിയെ ദൈവം ഭരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആകയാൽ അതിനായി സമർപ്പിതരാകുന്നുവെങ്കിൽ ദൈവം നമ്മെ കൊണ്ട് അത്ഭുതകരമായത് ചെയ്യിക്കും. ശലോമോനെ കൊണ്ട് ഏറ്റവും അത്ഭുതകരമായതാണ് ദൈവം ചെയ്യിച്ചത്. ശലോമോന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത് ഭൗതികമായും ഒക്കെ അത്രയും ശ്രേഷ്ഠമാണ്. ആകയാൽ ദൈവത്തെ അന്വേഷിപ്പാൻ ഹൃദയവും മനസ്സും ഏൽപ്പിച്ചു കൊടുക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്ദേശം കേൾക്കുന്ന എല്ലാവരും അങ്ങയെ അന്വേഷിക്കത്തക്കവണ്ണം അങ്ങയുടെ പ്രവൃത്തികൾക്ക് വേണ്ടി ഹൃദയവും മനസ്സും ഏൽപ്പിച്ചു കൊടുത്തവരായി മുന്നേറാൻ കൃപ ചെയ്യണമേ. അങ്ങയുടെ സഹിത്വം നൽകുന്ന ശുഭതയും ശ്രേഷ്ഠതയും സന്തോഷവും ഇന്ന് പകലും നിന്റെ ജനം അനുഭവിക്കട്ടെ. എല്ലാ മഹത്വവും അങ്ങേക്ക്
യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.